الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة وينبئكم بما كنتم تعملون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് പിന്തുടർന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോക മോക്ഷമാണ്, പരലോക വിജയമാണ്. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുക, സ്വർഗപ്രവേശനം ലഭിക്കുക എന്നത്. ഓരോ മനുഷ്യന്റെയും ബുദ്ധിയുടെ തേട്ടമാണ്, നീതിയുടെ തേട്ടമാണ് മരണാനന്തര ശേഷമുള്ള ഒരു ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ സത്യവിശ്വാസിയാകണമെങ്കിൽ മരണത്തിന് ശേഷമുള്ള ബർസഖിനെയും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പും പരലോക ജീവിതവും സ്വർഗനരകങ്ങളിലുമൊക്കെ വിശ്വസിക്കുക എന്നത് തീർച്ചയായും ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും കൃത്യമായും വ്യക്തമായും ഈ ലോകത്ത് മനുഷ്യർക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ പരലോകമുണ്ട്, മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ട് എന്നത്. അതിൽ പലതും നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജനനത്തെക്കുറിച്ച് നമുക്കറിയാം. ജനിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകവും
ഈ ദുനിയാവും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ജീവിതത്തിന്റെ അവസാനം ഒരു മരണം കടന്നു വരാനുണ്ട് എന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമിരിക്കുന്ന കാര്യമാണ്. മരണം അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓണാഘോഷത്തിന്റെ ഇടക്ക് ഒരു സ്റ്റേജിൽ ബോധരഹിതനായി വീണ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ വീഡിയോ നമ്മൾ കണ്ടു. അതുപോലെ നിത്യവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും പല കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണമെന്നത് സുനിശ്ചിതമായ ഒരു കാര്യമാണ്, ആർക്കും തർക്കമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. ആ മരണത്തിന് ശേഷം ഒരു ഖബറിലേക്ക് നമ്മൾ കൊണ്ടുവച്ചാൽ അവിടെ രക്ഷാശിക്ഷകളുണ്ടെന്നും അവിടെ ചോദ്യമുണ്ടാകുമെന്നും അതിനുശേഷം പരലോകത്തേക്ക് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും വിചാരണയുണ്ടെന്നും അതിനുശേഷമുള്ള വിധി തീർപ്പുണ്ടാകുമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസി വിശ്വസിക്കുന്നു. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും നിർബന്ധമായും വിശ്വസിക്കുക എന്നത് ഓരോ വിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ്. അത്തരം കാര്യങ്ങളെ നിഷേധിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാണ്, സത്യനിഷേധി എന്നാണ് അവരെ കുറിച്ച് പറയുക. സഹോദരങ്ങളെ, ആ പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യമായി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ മരണം. എല്ലാവരും നിർബന്ധമായും അനുഭവിക്കേണ്ട ഒരു സത്യം, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യം. മരണത്തെ നുകരാതെ, മരണത്തെ രുചിക്കാതെ, മരണത്തെ പുൽകാതെ ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കതെത്ര കൈപ്പേറിയതാണെങ്കിലും നമ്മൾ എത്ര വെറുത്താലും ആർക്കും ജനിച്ചുപോയ ഒരു മനുഷ്യനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് സാധ്യമായ കാര്യമല്ല. ഭരണാധികാരികൾ മരിക്കും, ഭരണീയർ മരിക്കും, മുതലാളി മരിക്കും, തൊഴിലാളികൾ മരിക്കും, പണക്കാരനും പണിക്കാരനും മരിക്കും, കുബേരനും കുചേലനും, ലോകത്തെ എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ട ഒരു സത്യമാണ് മരണം എന്ന യാഥാർത്ഥ്യം. ദുർബലതന്റെ ദുർബലതയോ അല്ലെങ്കിൽ ശക്തിമാന്റെ ശക്തിയോ ഒന്നിനും ഒരു തടസ്സമല്ല. മരണത്തിൽ നിന്ന് ഒരു നിലക്കും രക്ഷപ്പെടുക എന്നത് ആർക്കും സാധ്യമല്ല. ഈ ലോകത്തെ നമുക്കുള്ള പണം കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ കൊണ്ടോ ആർക്കെങ്കിലും മരണത്തിൽ നിന്ന് തടുക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ശാശ്വതത്വമായി ഇവിടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ നിന്ന് നോക്കൂ. ഖുർആൻ പറഞ്ഞില്ലേ, വക്കം അഹ്ലക്കിന ഖബ്ലഹും, നിങ്ങളുടെ മുൻഗാമികളിലേക്ക് നോക്കൂ. പല നിലക്ക് അഹങ്കരിച്ചവരും പല നിലക്ക് പെരുമ നടിച്ചവരും ഉയർന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് എവിടെയാണുള്ളത് എന്ന് നമ്മളൊന്ന് നോക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അവളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവരുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, അവരെ നമ്മൾ കാണുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ നടക്കുന്നില്ല. അവരുടെ വഴിയെ നമ്മളും കീഴൊതുങ്ങി കൊടുക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യമാണ് ഓരോ മനുഷ്യന്റെ മനസ്സുകളിലേക്കും ഏത് സമയത്തും ഉണ്ടാകേണ്ടത്. അവരെ പോലെ ഒരു മരണവേള നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു മയ്യത്ത് കട്ടിൽ നമുക്ക് അന്നുണ്ടാകും. നമ്മളെയും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷത്തിൽ കടന്നു വരും. നമ്മളുടെ കണ്ണ് നിറയും, നമ്മുടെ കാലുകൾ കൂട്ടി ഉരുമും. അതുപോലെ തന്നെ അത്തരമൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളൊക്കെ മലക്കുകളെ നേരിട്ട് കാണും. ആദ്യമായി ഉറ്റവരെയും ഉടയവരെയും എല്ലാം വിട്ടുകൊണ്ട് നമ്മുടേതെന്ന് പറയുന്നതെല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്ത് നിന്ന് ആറടി മണ്ണിലേക്ക് ഖബറിലേക്ക് നമ്മളെല്ലാവരും ഈ യാത്രയാകും. അതാണ് മരണം. ജനിച്ചാൽ മരിക്കണം. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും നിയോഗത്തെക്കുറിച്ചും ചിന്തിച്ച് ജീവിക്കുന്നവനാണ് മരണാനന്തര ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക. മനുഷ്യന്റെ ജീവിതം മറ്റ് ജന്തുജീവജാലങ്ങളെ പോലെയല്ല. ജനനവും ഒടുക്കവും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ജീവിത രീതികളല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്ത തന്നിട്ടുണ്ട്, ചിന്താശേഷി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിന്റെ നിയോഗത്തെ മനസ്സിലാക്കി ആ നിലക്ക് വെറും അശ്രദ്ധയോടെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു ജീവിതത്തിനപ്പുറത്ത് ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് പരലോക ജീവിതത്തിൽ വിജയിക്കുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഓരോ നിമിഷങ്ങളും നമ്മുടെ മുന്നിലൂടെ അതിവേഗം കടന്നു പോകുന്നു. പകലുകൾ വരുന്നു, രാത്രികൾ മാറി വരുന്നു, രാത്രികൾ പകലുകളാകുന്നു, പകലുകൾ രാത്രിയാകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, അല്ലെ, ചന്ദ്രന്റെ നിലാവലകൾ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ ഓരോന്നായി പുതുതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു.
പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാട്ടിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിദൂരത എന്ന് പറയുന്ന പലതും നമ്മുടെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിനവും പലതും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിത ശൈലികൾ, ജീവിതത്തിൽ നിത്യോപകമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജീവനുള്ളതൊക്കെ നശിക്കും, എല്ലാം നശിക്കും. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകരക്ഷിതാവായ റബ്ബിന്റെ മുഖമൊഴിച്ച് ബാക്കിയെല്ലാം നശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. സഹോദരങ്ങളെ, ആ നമ്മളുടെ മരണം എന്ന് പറയുന്നത് അതിവേഗം നമ്മളിലേക്ക് വരുന്ന, അതോടുകൂടി നമ്മളുടെ ആത്മാവ് ലോകത്തിന്റെ ശ്രദ്ധാവിലേക്ക് ഉയർന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആർക്കും ഒളിസങ്കേതങ്ങളില്ല. നിങ്ങൾ ഓടിയൊളിക്കുന്ന മരണമുണ്ടല്ലോ, നിങ്ങൾ ജിമ്മിൽ പോയിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ടും നിങ്ങളുടെ ശരീരങ്ങളൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ രോഗങ്ങൾ മാറ്റി നിങ്ങളിങ്ങനെ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറഞ്ഞിരിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്ന മരണമുണ്ടല്ലോ, തീർച്ചയായും ഖുൽ ഇന്നൽ മൗത, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. തുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ, അതിനുശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ലോകരക്ഷിതാവിന്റെ അടുത്തേക്ക് തന്നെയാണ്. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും റബ്ബ് അത് വിവരമറിയിക്കും. അത് റബ്ബ് പ്രകടിപ്പിച്ച് കാണിച്ചുകൊണ്ട് വിധി തീർപ്പാക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ മരണത്തിന്റെ അപ്രതീക്ഷിതമായ സ്വഭാവത്തെ തടുക്കാൻ ഒന്നിനും സാധ്യമല്ല. ഓരോ ഹോസ്പിറ്റലുകൾക്കും സാധ്യമല്ല, ഒരു സാഹചര്യങ്ങൾക്കും സാധ്യമല്ല, നിങ്ങളുടെ സമ്പത്തിന് സാധ്യമല്ല, നിങ്ങളുടെ കൂട്ടാളികൾക്കോ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും ആ മരണത്തിന്റെ അപ്രതീക്ഷിത അവസ്ഥയെ തടുത്തു നിർത്താൻ അള്ളാഹു നിർണയിച്ചിട്ടുണ്ടെങ്കിൽ സാധ്യമല്ല എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഐനമാ തഖൂനു യുദ്രികുകുമുൽ മൗതു വലൗ കുന്തു ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട ഏത് സംവിധാനങ്ങൾ കൊണ്ട് നിങ്ങൾ മറക്കപ്പെട്ട കോട്ടക്കൊത്തളങ്ങളുടെ ഉള്ളിലാണെങ്കിൽ പോലും മരണം എന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ജീവിതം, ഈ ഐഹിക ജീവിതം അവസാനിച്ച് നമ്മൾ ഖബറിലേക്ക് പോകും. പിന്നെ ഇവിടെ ആരും ഉണ്ടാകുകയില്ല. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മരണമുണ്ടല്ലോ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു അവധി നിങ്ങൾക്ക് തീർച്ചയായും കൊണ്ടുവരും. അള്ളാഹുവിനെ കണ്ടുമുട്ടാതെ ആർക്കും എങ്ങും പോകാൻ സാധ്യമല്ല. തീർച്ചയായും അള്ളാഹു അവധി, ആ അജല് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടു നൽകും എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള എപ്പോഴുമുള്ള ഒരു ചിന്ത, കുല്ലു യൗമിൻ യഖൂലൂന മാത ഫുലാനിൻ മാത ഫുലാൻ. ആ മഹാനവറുകൾ പറയുകയാണ്, നിത്യവും പറയുന്ന ഒരു കാര്യമാണ്. ആളുകൾ ഒരാൾ മരിച്ചാൽ പറയും, ഇന്നാൾ മരിച്ചു, ഇന്ന വ്യക്തി മരിച്ചു എന്നെല്ലാവരും പറയും. സയഅതി യൗമുൻ സയഖൂലൂന മാത ഉമർ. നമ്മുടെ വാട്സപ്പിലേക്ക് ഇങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാൾ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ ഉമർ പറയാൻ, സയഅതി യൗമുൻ സയഖൂലൂന മാത ഉമർ, ഇതുപോലൊരു ദിവസം അവർ പറയും ഉമർ മരിച്ചു, ഉമർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന ആളുകൾ പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരു പണ്ഡിതനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞു, എന്നെ ഒന്ന് ഉപദേശിക്കൂ, എനിക്കൊരു വാള് നൽകൂ, എനിക്ക് ഒരു ഉപദേശം നൽകൂ എന്ന് അവിടുന്ന് പറയാൻ, ഒരു ഉലമാഇനെ വിളിച്ചിട്ട് പറയാൻ. ഫഖാല ലഹു, അദ്ദേഹം പറഞ്ഞു, താങ്കളല്ല ഈ ലോകത്ത് നിന്ന് ആദ്യമായി മരിക്കുന്ന ഖലീഫ, താങ്കളല്ല ഈ ലോകത്ത് ആദ്യമായി മരിക്കുന്ന ഖലീഫ. ഒരുപാട് ഖലീഫമാർ ലോകത്തുണ്ടായിട്ടുണ്ട്, അവരൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന ഉപദേശം കൊടുത്തു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, വസിദിനി, ഒന്നുകൂടെ വർദ്ധിപ്പിക്കൂ, ഉപദേശം വീണ്ടും നൽകൂ. അവിടുന്ന് പറഞ്ഞു, സയഅതി ദൗറുക യാ ഉമർ ഫബഖാ ഉമർ റഹിമഹുല്ലാഹ് ഹറമ അശിയൻ അലൈഹി. അദ്ദേഹത്തോട് പണ്ഡിതൻ വീണ്ടും പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുണ്ടല്ലോ, ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം തൊട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം തൊട്ട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരുണ്ടല്ലോ, അവരെല്ലാവരും മരണം ആസ്വദിച്ചിട്ടില്ലാത്ത ഒരാളുമില്ല. ഉമറെ, നിന്റെയും ഊഴം വരുന്നതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുനീർ അദ്ദേഹത്തിന്റെ താടിയിലൂടെ ചാലിട്ടൊഴുകുകയും ബോധരഹിതനായി അദ്ദേഹം നിലത്തേക്ക് വീഴുന്നത് വരെ കരഞ്ഞുപോയി എന്നത്
ഉമർ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വാർത്തകൾ എത്ര കേൾക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടായിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടായിട്ടുണ്ടോ? അല്ലെ, അതുണ്ടായിട്ടുണ്ടോ? മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുള്ളയുടെ ഒരു അസറായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, വലൗ അന്നൽ ബഹായിമ, മൃഗങ്ങളില്ലേ, ആടും പോത്തും അതുപോലെ ഒട്ടകവും ഇതുപോലെ നമ്മൾ ഭക്ഷിക്കുന്ന മൃഗങ്ങളില്ലേ, നിങ്ങൾ മരണത്തെ മനസ്സിലാക്കിയതുപോലെ ആ മൃഗങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ തിന്നുന്നത് പോലെ ആ മൃഗത്തിന്റെ മാംസം നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. കാരണം ആ മൃഗങ്ങൾ അത് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി അവ ഭക്ഷണം പോലും കഴിക്കാതെ അതിന്റെ മാംസങ്ങൾ ഇല്ലാതായി പോകും എന്നതാണ്. അതാണ് മരണം. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത എത്രമാത്രമുണ്ട്? എല്ലാവർക്കും അറിയാം മരണമുണ്ട് എന്ന്, അല്ലെ? മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുകയാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കബർ കുഴിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി അതേ ഖബറിൽ അതിന് സമീപത്തെ ഖബറിൽ അതേ ദിവസം തന്നെ അടക്കം ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്, അല്ലെ? ലോകത്ത് ഓരോ ദിവസവും എത്ര ആളുകളാണ് മരിക്കുന്നത്? നമ്മുടെ വാട്സപ്പിലേക്ക് എത്ര മെസ്സേജുകളാണ് മരണത്തിന്റെ വന്നുകൊണ്ടിരിക്കുന്നത്? പക്ഷേ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. മരണം ഉറപ്പാണ്. ഇന്നമാ തുവഫൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിക്കുക തന്നെ ചെയ്യും എന്നാണ് ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഊദു ബിഇസ്സതിക അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവൻ അത് ലോകരക്ഷിതാവായ റബ്ബാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, മനുഷ്യനും ജിന്നുകളും ഒക്കെ മരിക്കുക തന്നെ ചെയ്യും. ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല യാ മുഹമ്മദ് ഇശ് മാ ശിഅത, നബിയെ താങ്കൾക്ക് ആവശ്യമുള്ള കാലം അത്രയും ഇവിടെ ജീവിച്ചു കൊള്ളുക. ഇല്ല, പക്ഷേ ഫഇന്നക മയ്യിത്തുൻ, താങ്കൾ മരിക്കുക തന്നെ ചെയ്യും. ആർക്കെങ്കിലും ഈ മുമ്പ് ലോകത്തൊരു ശാശ്വതം കിട്ടുമായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ ആയിരിക്കുമായിരുന്നു. ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ, താങ്കളും മരിക്കും, അതുപോലെ ഈ ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരും മരിക്കുക തന്നെ ചെയ്യും എന്നതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വൃദ്ധന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ലാ യസാലു ഖൽബുൻ കബീരി ശാബൻ, അവന്റെ ആ വൃദ്ധാവസ്ഥയിലും അവന്റെ മനസ്സ് യുവത്വമായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അവന്റെ മനസ്സിൽ ആ വൃദ്ധനായി കഴിഞ്ഞാലും 2 ആഗ്രഹങ്ങൾ ഉണ്ടാകും. വേറെ എന്തൊക്കെ നശിച്ചു വരും, 2 ആഗ്രഹങ്ങൾ ആ വൃദ്ധാവസ്ഥയിലും അവന്റെ മനസ്സിലുണ്ടാകും. ഒന്ന് ഫി ഇസ്നത്തൈനി, 2 കാര്യങ്ങൾ. ഫി ഹുബ്ബി ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹം പോവില്ല. എത്ര പ്രായമായാലും പിന്നെയും മൊബൈലും സിനിമയും അതുപോലെ അനാവശ്യങ്ങളും ഹറാമുകളിലും ഒക്കെ നോക്കി അതുപോലെ ദുനിയാവിന്റെ താല്പര്യതയിലും ഒക്കെ ജീവിക്കുന്ന ഒരവസ്ഥ. മനുഷ്യന്റെ മനസ്സിൽ ദുനിയാവിനോടുള്ള വല്ലാത്ത പ്രേമം അത് വൃദ്ധാവസ്ഥയിലും ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യമാണ്. വത്തൂലിൽ അമൽ, വലിയ പ്രതീക്ഷയാണ്, അല്ലെ? വലിയ പ്രതീക്ഷ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കാർക്കും അറിയില്ല നമ്മൾ എപ്പോഴാ മരിക്കുക, ഞാൻ എപ്പോഴാ മരിക്കുക എന്ന് എനിക്കറിയില്ല. അതാണ് മനുഷ്യന്റെ ജീവിതം. എല്ലാം പൂർത്തിയായതിനു ശേഷം മരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല, അല്ലെ? മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് മരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. മക്കളുടെ പഠനം പൂർത്തിയായില്ല, അവര് പഠിച്ച് പൂർത്തിയായി ജോലിയൊക്കെ വാങ്ങുന്നത് കണ്ടിട്ട് മരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. മക്കളുടെ വിവാഹം കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. വീടിന്റെ പണി പൂർത്തിയായില്ല എന്ന് പറയാൻ കഴിയില്ല, അല്ലെ? കച്ചവടമൊക്കെ തുടങ്ങി ഒന്ന് ഉഷാറായിട്ട് മരിക്കാം എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല. ഒരവധിയും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. കാരണം അതിന്റെ അറിവ് അത് അള്ളാഹുവിന്റെ അടുത്തുള്ള കാര്യം. അതിന്റെ അറിവ്, ആ സമയത്തിന്റെ അറിവ് കൃത്യമായി റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. ശൈഖ് സാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ്, ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വെറുതെ അന്വേഷിച്ച് മെനക്കെടേണ്ടതില്ല. എപ്പോഴാ മരിക്കാന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എവിടെയാ മരിക്കുക എന്നും നമ്മൾ ഇങ്ങനെ വല്ലാതെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ലാ തസ്അലു മതാ തമൂത്ത് വല ഐന തമൂത്ത്, എവിടെ മരിക്കും, എപ്പോ മരിക്കും, ഇതൊന്നും ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ലാ യഹ്താജു ഇല സുഅൽ, ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ്, ഒരു ആവശ്യകതയുമില്ല. എന്നാൽ വലാ ബുദ്ദ അയ്യഖൂൻ, സുനിശ്ചിതമായ ഒരു കാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. എവിടെയോ വെച്ച് നമ്മൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ് എന്നതാണ്. അത് എവിടെ വെച്ചാൽ നമുക്കറിയാം. ചിലപ്പോൾ വിദേശത്തായിരിക്കാം, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കാം. നമ്മൾ എവിടെ മരിക്കണോ എന്നാണോ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത്, അവിടേക്ക് ഒരാവശ്യവുമായി അള്ളാഹ് നമ്മളെ എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ ഖല്ലല്ലാഹു ലിഅബ്ദിൻ, ഒരടിമയെ അള്ളാഹു മരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അയ്യമൂത ബി അർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ, അവിടേക്ക് അവൻ ഒരു ആവശ്യമായി, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യമായി അള്ളാഹു അവിടെ എത്തിച്ചിരിക്കും. അവന്റെ മരണം സംഭവിച്ചിരിക്കും.
ഇത് യാഥാർത്ഥ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരണം നിസ്സാരമായ ഒരു കാര്യമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മൗത ഫസഉൻ, അതൊരു ഭീതിജനകമായ ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് മരണം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ളാഹിയുടെ മരണം പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ലോകത്തിന്റെ നേതാവിന്റെ മരണം. ഇന്നലിൽ മൗതി സക്റാത്ത്, ആ റസൂലുള്ളാഹിക്ക് പോലും മരണത്തിന് വേദന ഉണ്ടായിരുന്നു എന്നതാണ്. എന്ന ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തിയിട്ടാണ് ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുക. സത്യവിശ്വാസിയുടെ മരണം അതൊരു മനോഹരമായ മരണമായിരിക്കും. മലക്കുകൾ ആശീർവാദത്തോടുകൂടിയാണ് ആ റൂഹ് പോവുക. എന്നാൽ സത്യനിഷേധിയുടെ മരണം ഖുർആൻ പറഞ്ഞില്ലേ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, സത്യനിഷേധിയുടെ അടുത്തേക്ക് മലക്കുകൾ വരും. ആ കയ്യിലുള്ള ദണ്ഡുകൾ കൊണ്ട് അവന്റെ മുഖത്തും അവന്റെ പുറകുഭാഗത്തും അടിച്ചുകൊണ്ട് വേദനയേറിയ ശിക്ഷയിലേക്ക് യാത്ര അയച്ചുകൊണ്ടായിരിക്കും, വേദനാജനകമായ മരണമായിരിക്കും അവനുണ്ടാവുക. അവന്റെ കണ്ണുകൾ അവന്റെ കണ്ണ് ആ റൂഹിനെ കൊണ്ടുപോകുന്നതിലേക്ക് പിന്തുടരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണം, ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനു മുമ്പുള്ള നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം, കൃത്യമായി ഉപയോഗിക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഓരോരുത്തരും ഉപയോഗിക്കേണ്ട മരണത്തിന്റെ മുമ്പ് നമ്മുടെ സമയവും ആരോഗ്യവും കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻദുറു സബാഹ, നിങ്ങൾക്ക് പ്രഭാതമായാൽ നിങ്ങൾ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത്, നിങ്ങൾക്ക് പ്രദോഷമായാൽ നിങ്ങൾ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത് എന്നാണ്. ജീവിതത്തിൽ പല നിലക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ പലതും ഉണ്ടാകും. ഖുർആൻ പറഞ്ഞില്ലേ, വലനബലുവന്നകും ബിശ്ശർരി വൽ ഖൈർ, നന്മയും തിന്മയും കൊണ്ട് പരീക്ഷിക്കും. ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ മരണത്തെ മറന്നു പോകരുത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബ്തലീകും ബിശ്ശിദ്ദത്തി വറഖാ, നിങ്ങളെ ക്ഷാമവും ക്ഷേമവും കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. വസ്സിഹത്തി വസ്സഖം, രോഗവും ആരോഗ്യാവസ്ഥയും കൊണ്ട് പരീക്ഷിക്കും. വൽ ഖിനാ വൽ ഫഖർ, ദാരിദ്ര്യവും അതുപോലെ തന്നെ ധന്യതയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ വൽ ഹലാലി വൽ ഹറാം, നിഷിദ്ധവും അനുവദനീയവുമായി നിങ്ങളുടെ മുന്നിൽ നൽകിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ചില ആളുകൾ അനുവദനീയമല്ലാത്തതിലേക്ക് പോകും, ചിലർ അനുവദനീയമായത് മാത്രം തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ അനുസരണവും ധിക്കാരവും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ചിലർ ധിക്കാരികളായി മാറും, ചിലർ അനുസരണയുള്ളവരായി മാറും. വലാലത്തും ഹുദയും കൊണ്ട് പരീക്ഷിക്കും. സന്മാർഗവും വഴികേടും നിങ്ങളുടെ മുന്നിലേക്ക് വരും പല നിലക്കും. അതിൽ സന്മാർഗത്തെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. വഇലൈനാ തുർജഊൻ, എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് നിങ്ങൾ മടക്കപ്പെടും, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇലൈനാ യുറദ്ദൂൻ, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അവിടുന്ന് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി ഒരു ഖബറിന്റെ സമീപത്തിരുന്ന് ആ ഇരിക്കുന്നതിന്റെ ആ തറയിലുള്ള മണ്ണ് നനഞ്ഞു കുതിരുമാറ് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലൊരു അവസരം ഒരു നിമിഷം വരാനുണ്ട്. നമ്മളൊക്കെ ഖബറിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഈ തിരക്കിന്റെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ, നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ പിന്നാലെ പായുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ ഖബറിലേക്ക് നിങ്ങളെ കൊണ്ടുവെക്കുന്ന ഒരു നിമിഷമുണ്ട്. അതിന് നിങ്ങൾ മറന്നു കളയരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നസീഹത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സിയാറത്തുൽ ഖുബൂർ, ഖബറുകളെ നിങ്ങൾ സന്ദർശിക്കുക. എന്തിനാണത്? നമ്മളുടെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. മഹാനായ ഖാഖ് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരെങ്കിലും ഈ മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അള്ളാഹു അവന് നൽകുമെന്നാണ്. ഉക്രിമ ബിസലാസത്തി അശ്യാഇൻ, 3 കാര്യങ്ങൾ കൊണ്ട് അവനെ ആദരിക്കും എന്ന് അവിടുന്ന് പറയുകയാണ്. ഒന്ന് തഅജീലി തൗബ, തൗബ നിങ്ങൾ ധൃതിയാക്കും. മരണത്തെ ഓർക്കാത്ത ഒരാൾക്ക് തൗബ ചെയ്യാൻ തോന്നില്ല. മരണത്തെ ഓർക്കുന്ന, നമ്മളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ, അയാളുടെ പാപങ്ങൾ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ റബ്ബിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഏറ്റ് തൗബ ചെയ്യാൻ അവന് തയ്യാറാകും. ആ തൗബയില്ലെങ്കിൽ പരലോകത്ത് അനുഭവിക്കുന്നതിന്റെ ശിക്ഷയെ അവന്റെ മനസ്സുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൗബയെ അവൻ ധൃതിയാക്കും. അള്ളാഹു നൽകുന്ന ഒരു ആദരവാണത് മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര റിസ്ക് കുറഞ്ഞാലും മനസ്സംതൃപ്തി ഉണ്ടാകും. വലിയ വീടോ ഒരുപാട് പണമോ സമ്പാദ്യം ഒന്നും വേണമെന്നില്ല. മരണത്തെ ഓർക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു കാലത്തെ മുന്നോട്ടുള്ള പോക്കാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാകും. അതോടുകൂടി അവന് മനസ്സംതൃപ്തി ഉണ്ടാകും. എത്ര കുറഞ്ഞാലും നമ്മളുടെ ജീവിതം ഇവിടെയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്കുണ്ടാകുന്ന മനസ്സംതൃപ്തി, അതാണ് ഖനാഅത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ. വനശാത്തുൽ ഇബാദ, ഇബാദത്തുകൾക്ക് ഉന്മേഷം ഉണ്ടാകും. അല്ലേ, അവൻ ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും, ഓരോ ദിക്ർ ചെയ്യുമ്പോഴും, ഓരോ വഖ്ത് നമസ്കരിക്കുമ്പോഴും
അവന്റെ മനസ്സിൽ ഇത് അള്ളാഹു എന്റെ പരലോകത്തിന് വേണ്ടിയാണ്, എന്റെ ഖബറിന് വേണ്ടിയാണെന്ന് ചിന്ത വരുമ്പോൾ ആ ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവുകയും കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ നമ്മളുടെ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാനുള്ള മാനസികാവസ്ഥ അവനുണ്ടാവുകയും ചെയ്യും. ഇത് അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ്. അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ്. ഇതുണ്ടാകണമെങ്കിൽ മരണചിന്ത ഉണ്ടാകണം, പരലോക ബോധം ഉണ്ടാകണം. ഇതില്ലെങ്കിലോ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും എന്നാണ്. തൗബയെ ബന്ധിക്കും. തൗബ എന്ന് ചെയ്യാനുള്ള മനസ്സുണ്ടാവൂല. തെറ്റുകൾ ചെയ്ത് ചങ്ങല കണക്കെ, അല്ലെ സൈക്കിളിന്റെ ചെയിൻ കണക്കെ, ഒരു തെറ്റ് ചെയ്യും, തൗബ ചെയ്യും, വീണ്ടും തെറ്റ് ചെയ്യും. ഇങ്ങനെ തെറ്റിലിങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും, പല തെറ്റുകളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ തൗബയെ കുറിച്ചുള്ള ചിന്ത അവർ ഉണ്ടാവുകയില്ല. അതുപോലെ എത്ര കിട്ടിയാലും മനസ്സിന് സംതൃപ്തി ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ഉണ്ടാക്കണം, വീണ്ടും വീണ്ടും പണം ഉണ്ടാകണം. എത്ര കിട്ടിയാലും മാനസിക സംതൃപ്തി ഇല്ലാത്തൊരു ജീവിതം അതുകൊണ്ടുണ്ടാകും. ഇബാദത്തിന് മടി ഉണ്ടാകും. എത്ര മണിക്കൂർ സിനിമ കാണാൻ മടി ഉണ്ടാവില്ല, എത്ര മണിക്കൂർ ആനന്ദങ്ങൾക്ക് മടി ഉണ്ടാവില്ല. പക്ഷെ ഒരു 5 മിനിറ്റ് നമസ്കരിക്കാൻ നിന്നാൽ വല്ലാത്ത മടിയായിരിക്കും. എത്രയും വേഗം പള്ളിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് തോന്നും. ഒരു ദിക്ർ 5 മിനിറ്റ് ഇരുന്ന് ഒന്ന് സ്വസ്ഥമായി അള്ളാഹുവിനെ ഓർക്കാൻ അവന് മനസ്സുണ്ടാവുകയില്ല. എന്താ കാരണം? അവന്റെ മനസ്സുകളിൽ ആ ഒരു സംതൃപ്തി നഷ്ടപ്പെടുകയാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ പിന്നാലെ ഓടണ്ട. വളരെ കുറച്ചു സമയമുള്ളൂ. ആരോടും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒന്നും വേണ്ട. അല്ലെ, ഒരു കഥയുണ്ടല്ലോ, ഒരു ബസ്സിലേക്ക്, നല്ല തിരക്കുള്ളൊരു ബസ്സിലേക്ക് ഒരു 2 പേര് ഇരിക്കുന്ന ഒരു സീറ്റ്, ആ സീറ്റിലേക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ്. അവിടേക്ക് ഒരു സീറ്റും കൂടെ ബാക്കിയുണ്ട്. അവിടേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ കുറെ സഞ്ചിയും ഒരു ബാഗുമൊക്കെ ആയി കയറി അവരിങ്ങനെ അതിന്റെ അടുത്ത് വന്നിരുന്നു. ആ ബാഗോ സഞ്ചിയോ ഒന്നും മാറ്റിവെക്കാതെ അതിന്റെ അടുത്തിരുന്നപ്പോൾ ആ സ്ത്രീക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സ്വാഭാവികമായും അവരൊന്നും പ്രതികരിക്കുന്നില്ല. നേരെ എതിർവശത്തിരുന്ന ആൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് പ്രതികരിച്ചുകൂടെ? അവരുടെ ബാഗും സഞ്ചിയൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്തിനു പ്രതികരിക്കണം ഈ നിസാരമായ കാര്യത്തിന്? ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോവുകയാണ്, കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ള യാത്രയുള്ളൂ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു വാക്കുണ്ടല്ലോ, ഇത് വളരെ പ്രധാനമാണ്. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന നമ്മൾ ഇത്രയും ആളുകൾ ഒരുമിച്ചുള്ളൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, നിങ്ങൾ പരസ്പരം കാണുന്നു, കുടുംബക്കാർ തമ്മിൽ കാണുന്നു. ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഇടയിൽ ഓരോ സ്റ്റോപ്പിൽ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കും. വളരെ കുറഞ്ഞൊരു യാത്രയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ എന്തിനു വിദ്വേഷം, എന്തിനു മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കണം, എന്തിനു പക കൊണ്ട് നടക്കണം, മറ്റുള്ളവരെ എന്തിനു വേദനിപ്പിക്കണം? നമ്മുടെ മനസ്സൊരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞ ദീർഘത്തിലുള്ള യാത്രയിൽ അത് മാപ്പ് കൊടുക്കാൻ എന്തിനു നമ്മൾ മടി കാണിക്കണം? അതിന്റെ പേരിൽ എന്തിനു ഉങ്ക് കാണിക്കണം? ഇതെല്ലാം മാറ്റിവെച്ച് ഈ കുറഞ്ഞ ജീവിതത്തിന്റെ ഇടയിൽ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നല്ല ഒരു മനസ്സുമായി റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ള മനസ്സാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് വിഷമവും തളർച്ചകളും ഒക്കെ ഉണ്ടാകും. അനുഗ്രഹങ്ങൾ അത് പരീക്ഷണങ്ങളായി കടന്നു വരാം. അധികാരമുണ്ടാകും, അത് നശിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആയുസ് വളരെ ചുരുങ്ങിയതാണെന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മളുടെ 2 അവസ്ഥകളുണ്ട്. ആ 2 അവസ്ഥകൾക്കിടയിൽ ഒന്ന് കഴിഞ്ഞു പോയൊരു കാലമാണ്, രണ്ടാമത് ഇനി വരാനുള്ള നിമിഷങ്ങൾ മാത്രമാണ്. ഒരു നിമിഷമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിലും ആ ഒരു നിമിഷം നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു രാജാവ്, ഒരു കഥയുണ്ട്. ഒരു രാജാവ്, ആ രാജാവ് ഒരു 5 പണ്ഡിതന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ആ പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്ന് പറയാൻ പറഞ്ഞു. ഒന്നാമത്തെ ആൾ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അധികാരം, അങ്ങയുടെ ഈ സ്വർണം കൊണ്ട് പൂശിയ സിംഹാസനമാണ് ഏറ്റവും വിലയുള്ളതെന്ന് ഒരാൾ പറഞ്ഞു. രാജാവിനൊരു തൃപ്തി ഉണ്ടായില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ധീരത, അങ്ങയുടെ ധൈര്യമാണ് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞു. രാജാവിനൊരു തൃപ്തി ഉണ്ടായില്ല. മൂന്നാമത്തെ ആളോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഈ സ്വർണം കൊണ്ട് പൂശിയ കൊടിമരമാണ് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴും രാജാവിനൊരു തൃപ്തി ഉണ്ടായില്ല. നാലാമത്തെ ആളോട് രാജാവ് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു മറുപടി, താങ്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും വജ്രങ്ങളുമാണ് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴും രാജാവിനൊരു തൃപ്തി ഉണ്ടായില്ല. അടുത്ത 5ാമത്തെ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. രാജാവേ, ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു നിമിഷമാണ്. കാരണം അങ്ങയുടെ എല്ലാ കുതിരകളും അതുപോലെ പടയാളികളും ഒരുമിച്ച് തിരിച്ചു പിടിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തൊരു കാര്യമാണ് കഴിഞ്ഞു പോയൊരു നിമിഷം എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, നമ്മുടെ മുന്നിലുള്ള 1 സെക്കൻഡ് സമയം അത് വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്തെ മനസ്സിലാക്കാൻ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഈ ദുനിയാവിന്റെ നശ്വരതയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. യാ ഖൗമി, എന്റെ ജനങ്ങളെ, അള്ളാഹ് പറയാണ്, ഇന്നമാ ഹാദിഹിൽ ഹയാത്തി ദുനിയാ മതാഉൻ.
ഈ ദുനിയാവ് കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ്, അതിന്റെ അലങ്കാരങ്ങൾ അത്ര മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രൗഢമായ ഉപദേശമാണ്, ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവ് വളരെ തുച്ഛമാണ്, വൽ ആഖിറതു ഖൈറുൽ ലിമൻ തഖാ, സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായത് പരലോകമാണ്. അറളീതുൽ ഹയാത്തുദ് ദുനിയ മിനൽ ആഖിറ, ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം, ആഖിറത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്, നിങ്ങൾ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നാൽ പരലോകം ശാശ്വതമായ ഒരു ഇടമാണ്. നിങ്ങൾക്ക് വല്ല വസ്തുക്കളും ദുനിയാവിന്റെ അലങ്കാരമായി സുഖലോലുപതയായി നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ തുച്ഛമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് വെറും അലങ്കാരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും അവശേഷിക്കുന്നതും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മനസ്സിലാവാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് ഒരുപാട് ഈ ആയത്തുകൾ നമ്മൾ ഖുർആനിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ കാരണം മഹാനായ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, മൻ തഅല്ലഖ ഖൽബുഹു ബിദ്ദുനിയ ലം യജിദ് ലദ്ദത ഹൽബത്തിൻ മഅല്ലാഹ്, ഏതൊരുവന്റെ മനസ്സ് അത് ദുനിയാവുമായി കെട്ടിപ്പിണഞ്ഞാൽ അവൻ അല്ലാഹുവുമായി തനിച്ചിരിക്കുന്നതിന്റെ ആസ്വാദനം അവന് തിരിച്ചറിയാൻ കഴിയില്ല, അതവൻ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. വമൻ തഅല്ലഖ ഖൽബുഹു ബിൽഅബി ലം യജിദ് ലദ്ദതൽ ഉൻസി ബികലാമില്ലാ, ആരെങ്കിലും ഈ അവന്റെ ഹൃദയം വ്യാർത്ഥമായ വിനോദങ്ങളിലും അലങ്കാരങ്ങളിലും അവൻ മുഴുകിയിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വവും മാധുര്യവും അവന് തിരിച്ചറിയാൻ കഴിയില്ല. ആരെങ്കിലും ഹൃദയം ബിൽ ജാഇ, ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ പദവികളോ അതിന്റെ ആഗ്രഹങ്ങളുമായിട്ടാണ് കെട്ടിപ്പിണഞ്ഞതെങ്കിൽ ലം യജിദ് ലദ്ദത തവാദിഉ ബൈന യദില്ലാ, അള്ളാഹുവിന്റെ മുന്നിൽ വിനയം കാണിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം അവൻ തിരിച്ചറിയാൻ കഴിയില്ല. വമൻ തഅല്ലഖ ഖൽബുഹു ബിൽ മാലി ലം യജിദ് ലദ്ദതൽ ഇഖ്റാദ്, നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സ് ഹൃദയം സ്വത്തുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണെങ്കിൽ, സമ്പത്തുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുന്നതിന്റെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവെക്കുന്നതിന്റെ മാധുര്യം അവൻ തിരിച്ചറിയാൻ കഴിയില്ല. വമൻ തഅല്ലഖ ഖൽബുഹു ബിസ്സൗജതി വൽ വലദി ലം യജിദ് ലദ്ദത്തുൽ ജിഹാദി ഫീ സബീലില്ലാ, കുടുംബവുമായി അതുപോലെ തന്നെ ഭാര്യയുമായി മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരലോകത്തെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം, ജിഹാദ് ചെയ്യുന്നതിന്റെ, ധർമ്മസമരത്തിന്റെ സമയം ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ മാധുര്യവും തിരിച്ചറിയാൻ സാധ്യമല്ല. വമൻ കസറത്തു മിൻഹുൽ ആമാലി ലം യജിദ് ഫീ നഫ്സിഹി ശൗഖൻ ഇലൽ ജന്ന, ആർക്കെങ്കിലും ആഗ്രഹങ്ങൾ അധികരിച്ച് ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള അവന്റെ ആഗ്രഹം അവന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, തെറ്റുകൾ ഏറ്റുപറയുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഹസനാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുക. അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, എത്ര കൂട്ടുകാർ നമ്മൾ യാത്ര പോയി, അവരെ നമ്മൾ കൊണ്ടുപോയി കബറടക്കിയില്ലേ? അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞോ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയി, അവരെ ഒരു നിമിഷമെങ്കിലും ബാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് വരുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷം നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത് എന്തുകൊണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്നില്ലേ? നിങ്ങളുടെ മുന്നിലല്ലേ ഭാര്യ മരിച്ചത്, നിങ്ങളുടെ മുന്നിലല്ലേ കുടുംബക്കാർ മരിച്ചത്, നിങ്ങളുടെ മുന്നിലല്ലേ ഭർത്താവ് മരിച്ചത്, നിങ്ങളുടെ മുന്നിലല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പിടഞ്ഞു മരിച്ചത്? നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ? അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തിന്റെ അപ്പുറം ഒന്നും സാധ്യമല്ല എന്നാണ്. അള്ളാഹുവാണ് എല്ലാത്തിനും അറിയുന്നവനും അടുത്തവനും. എല്ലാ മരണം അത് യാഥാർത്ഥ്യം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. മരണപ്രാളം യാഥാർത്ഥ്യം കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിനുശേഷമുള്ള ഖബറും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും റബ്ബിന്റെ മുന്നിലേക്കുള്ള കടന്നുപോക്കും തീർച്ചയായും ഉണ്ടാകും. നമ്മളുടെ കൂടെ ആനയിക്കുന്നവനും സാക്ഷിയും ഉണ്ടായിരിക്കും. അന്ന് സത്യനിഷേധി പറയും, തീർച്ചയായും ഇതിനെപ്പറ്റി ഞാൻ അശ്രദ്ധനായിരുന്നു. ഒരുപാട് പ്രസംഗങ്ങളും ഖുതുബകളും ഒക്കെ കേട്ടു, പക്ഷേ ഈ മരണത്തെക്കുറിച്ച് നമ്മൾ അശ്രദ്ധമായി ജീവിച്ചു. അതുകൊണ്ടാണ് അള്ളാഹ്, എന്നിട്ടും മരണത്തെ മനസ്സിലായില്ലേ? എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ അറിയണം, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ അള്ളാഹ് മരിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഉറങ്ങാറില്ലേ? നമുക്ക് നല്ല ഉറക്കം വന്നാൽ പിടിച്ചു നിർത്താൻ കഴിയുമോ? അത് സംഭവിക്കും. ചിലരുടെ റൂഹ് അള്ളാഹു വീണ്ടും തരും, അതൊരു അവധിയാണ്. എന്നാൽ ചിലരുടെ റൂഹ് അള്ളാഹു തിരിച്ചു നൽകൂല. അതാണ് മരണം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു വരാത്ത ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ്. സഹോദരങ്ങളെ, ആ രാത്രിയെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മൾ ഓർക്കണം, നമ്മുടെ വീട്ടിൽ ഇന്ന് കിടക്കണത്, നമ്മുടെ കട്ടിലും
നമ്മുടെ വീടും ശീതീകരിച്ച റൂമും അതുപോലെ നമ്മുടെ ഭാര്യയും മക്കളുമൊക്കെ ഉള്ള നമ്മുടെ ഇന്നത്തെ രാത്രി നമുക്ക് ഓർമ്മയുണ്ട്. ഈ രാത്രിയിൽ ഉറങ്ങണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ രാത്രിയിൽ ഒരു ഇരുണ്ട രാത്രിയാണെങ്കിലോ, ഒരു മണ്ണറയാണെങ്കിലോ, ഒരു കുരുട്ടിലേക്കുള്ള ഒരു യാത്രയാണെങ്കിലോ, കുതിറി മാറാൻ കഴിയാത്ത, കുതിറി ഓടാൻ സാധിക്കാത്ത ഒരു യാത്രയാണെങ്കിലോ നമ്മുടെ ഇന്നത്തെ രാത്രി എന്ന ചിന്ത നമുക്കുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധികളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവും പരലോകത്തെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തിയത്. പരലോക ജീവിതത്തിൽ വിശ്വസിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അഖീദയിൽപ്പെട്ടതാണ്, നിർബന്ധമാണ് അത് വിശ്വസിക്കുക എന്നത്. അത് വിശ്വസിക്കാത്ത ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുകയും അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തെക്കുറിച്ച് സദാ ഓർക്കുകയും അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി ഇനിയുള്ള സമയം, നമുക്ക് ബാക്കിയുള്ള സമയങ്ങൾ കഴിഞ്ഞുപോയതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാതെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയും മാക്സിമം നമ്മുടെ സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി സംഭാവനകൾ നൽകുക. അല്ലാഹു ജാരിയായ സ്വതക്കയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വെളിച്ചം ഉത്തരക്കടലാസ് എത്രയും പെട്ടെന്ന് ഉത്തരം എഴുതിയ ആളുകൾ തിരികെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാന തീയതി ഒക്ടോബർ 10 അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ലൈൻഡ് ഖുർആൻ റിവിഷൻ ക്ലാസുകൾ കൃത്യമായി കേൾക്കുക. നവംബർ 2 എക്സാം. സമയമുണ്ട് എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും നമുക്ക് നൽകിയ ഒരു അമാനത്താണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക. നമ്മൾ ആ പുസ്തകം വാങ്ങി അതിന്റെ ഒരു ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അമാനത്താണ്. ആ അമാനത്ത് കൃത്യമായി നിറവേറ്റുന്നവരാണ് സത്യവിശ്വാസികൾ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ. അത്തരം സത്യവിശ്വാസികളാണ് വിജയിക്കുക. അമാനത്തുകൾ പൂർത്തീകരിക്കുന്നവരാണ് എന്ന ഖുർആനിക വചനം നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് അതിലൊരു നിസ്സാരവൽക്കരണം ഉണ്ടാകരുത്. എല്ലാവരും ആ ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുകയും അമ്മാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചു പഠിക്കുകയും ചെയ്യും. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീന മണ്ണിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ ധാരാളം പട്ടിണി കൊണ്ട് അതുപോലെ തന്നെ ഭയം കൊണ്ട് ഒക്കെ ധാരാളം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിനെയും ഇസ്രയേലിന്റെ കരാളഹസ്തങ്ങൾ, അവരുടെ അക്രമങ്ങൾ വീണ്ടും ഖത്തറിലേക്കും കടന്നു വരുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാവിധ സഹായങ്ങളും ആ പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗസ്സയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ അല്ലാഹുവേ നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ കാൽപാദങ്ങളെ സത്യവിശ്വാസികളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ നേരെ വരുന്ന ഉപദ്രവങ്ങളെ അല്ലാഹുവേ നീ അകറ്റണേ റഹ്മാനെ. നിന്റെ സഹായം മാത്രമാണ് അവർക്കുള്ളത്. എല്ലാവിധ സഹായവും വിശപ്പിനുള്ള ഭക്ഷണവും അല്ലാഹുവേ നീ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവരിൽ പരിക്കേറ്റ് ഇന്നും ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന സഹോദരങ്ങളുണ്ട്. അത്തരം വീഡിയോകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരുടെ രോഗങ്ങളെല്ലാം ശിഫാഉൻ ആജിലിനെ നീ സമ്മാനിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആദർശ ബന്ധുക്കൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ അല്ലാഹു അവരുടെ രോഗങ്ങളെല്ലാവരും അല്ലാഹുവേ നീ ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.